അമ്മു നല്ലൊരു ഡാൻസറാണ്. അമ്മൂനെ ഞാൻ 9th പഠിക്കുമ്പോഴല്ലേ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അമ്മു 9th പഠിക്കുമ്പോഴാണ്. ചേച്ചിക്ക് ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ 9th പഠിക്കുമ്പോൾ ഞാൻ ഡിഗ്രി പഠിക്കണു. ഞാൻ അന്ന് NCC കൾച്ചറൽ ട്രെയിനറായിരുന്നു. അങ്ങനെ ഇവരുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് വേണ്ടി ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിക്കാനാണ് പോണേ. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ്. 5 മിനിറ്റിൽ ഇവർക്ക് എല്ലാം ചെയ്ത് തീർക്കണം. അതാണ് NCCയുടെ പ്രത്യേകത. അതിൽ കന്നിമാസം വിജയദശമി വരുമ്പോൾ 3 ദേവിമാര് വേണം. അതിലൊരു ദേവിയായിരുന്നു ഈ സുന്ദരിക്കുട്ടി. അന്നും ഇന്നും എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത് ഈ വലിയ കണ്ണ. ഞാൻ ചേച്ചിക്ക് എന്നെ ഓർമ്മയൊന്നുണ്ടാവില്ല. ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴാ കാണുന്നത്, ഞാൻ അഭിനയിക്കാൻ വന്നതിന് ശേഷം. അതിനൊക്കെ മുമ്പ് അമ്മു അഭിനയിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മയുണ്ട്. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ഇത് ഓർത്തെടുക്കണേ. പക്ഷെ ഇപ്പോഴത്തെ എന്റെ വിഷമം അതൊന്നുമല്ല. ഞാൻ വരും, ഞാൻ ശക്തമായി തിരിച്ചു വരും എന്ന് സമയമുണ്ടല്ലോ. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, യു ആർ ഡൂയിങ് പ്രോഗ്രാംസ്. പക്ഷെ ഒരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആള് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാന്നുള്ളപ്പോൾ ഒരു ക്ലാസിക്കൽ ഡാൻസർ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഭരതനാട്യം പഠിക്കുന്നത് വിജയൻ മാഷിന്റെ അടുത്താണ്, തൃപ്പൂണിത്തുറ. മാഷും ഭയങ്കര പരാതിയുള്ള ഒരു കാര്യമാണ്. നല്ലതല്ല എന്നറിയാം ശീലം, പക്ഷെ ബേസിക്കലി മടി കൊണ്ട് തന്നെയാണ് ഈ എളുപ്പ പരിപാടി ശീലിച്ചു പോയതിന്റെ. എല്ലാ വെള്ളിയാഴ്ചയും തിയേറ്ററിൽ കാണൂലോ, ഭർത്താവും കൂടി അത് പിന്നെ വെറുതെ കണ്ടിരുന്ന് കുറ്റം പറഞ്ഞാൽ മതിയല്ലോ, മെനക്കടണ്ടല്ലോ എന്ന് തൊട്ടാണ് ആ ഒരു സീരിയസ്നെസ് സിനിമയിൽ കണ്ടു തുടങ്ങിയത്. സിനിമയെ ഞാൻ എന്നും സീരിയസ് ആയിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ സിനിമയുടെ ഭാഗമാവുന്നതിന് മുമ്പ് തന്നെ അതിലൊരു സീരിയസ് ആയിട്ടുള്ളൊരു മേഖലയായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ ഞാൻ. അതും കണക്റ്റഡ് ടു അച്ഛനാണ് ആക്ച്വലി. കുഞ്ഞിലെ വീട്ടിൽ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഞാൻ ഒറ്റ മോളാണ്. അപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകും, തിരിച്ചു വരും. വൈകുന്നേരം ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ കളിക്കാൻ വിട്ടാലായി, ഇല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഇരിക്കും, പുസ്തകം വായിക്കും. ഇതല്ലാതെ വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ ഉള്ള സന്തോഷം വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ശനി ഞായറും സിനിമയ്ക്ക് കൊണ്ടുപോകും അച്ഛൻ. ഞാൻ അന്ന് എറണാകുളം പച്ചാളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത് സ്കൂൾ ടൈമിങ്ങിലൊക്കെ. അപ്പോൾ ഒന്നല്ലെങ്കിൽ അവിടെ പച്ചാളം ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഉണ്ട്. ഇപ്പം തിയേറ്ററൊന്നും ഇല്ല, പോയി. അപ്പോൾ അധികം പൈസ ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകും, ദേവിയിൽ കൊണ്ടുപോകും. അതല്ലെങ്കിൽ റിലീസ് പടങ്ങൾ കാണാനായിട്ട് എറണാകുളത്ത് കൊണ്ടുപോകും. അപ്പൊ അന്ന് മുതലേ സിനിമകളെല്ലാം കാണും. ഒട്ടുമിക്ക എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് മിസ്സായാലും ഇവിടെ വരുമ്പോൾ പച്ചാളം ദേവി എന്ന് പറഞ്ഞ തിയേറ്ററിൽ എത്തുമ്പോൾ അവിടെ കണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും ഏക ഒരു ഔട്ടിങ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു പിക്നിക് ഒന്നും പോയിട്ടില്ല. അതിനുള്ള സാമ്പത്തികമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏക ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് സിനിമയാണ്. അപ്പൊ അത് അച്ഛനും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാ സിനിമകളും കാണും. പിന്നെ തിരിച്ചിങ്ങനെ ബസ്സിൽ വരുമ്പോഴും ഓട്ടോയിൽ വരുമ്പോഴൊക്കെ അച്ഛൻ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയും, അമ്മയും കൂടെ. അപ്പൊ ഞാനിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ കുഞ്ഞുനാൾ പോലെ സിനിമയുണ്ട്. പിന്നെ വലുതായപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. സിനിമ കാണൽ കുറച്ചുകൂടെ വിപുലമായി. ആക്ട്രസ് എന്നുള്ള രീതിയിൽ എനിക്ക് സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാനേ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ സിനിമേനെ അടുത്തറിയാൻ ഒരു ഹീറോയിൻ ആയിട്ട് തന്നെയാണ് വന്നത്. അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ചേച്ചി. ഞാൻ ആക്ച്വലി +1 പഠിക്കുമ്പോൾ 2 വീഡിയോ ആൽബംസ് ചെയ്തു. ആ 2 വീഡിയോ ആൽബംസും അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് കണക്റ്റഡ് ആവുന്നത്. അത് രണ്ടും ചെയ്തത് ലോഹിതാസ് സാറിന്റെ അസോസിയേറ്റ്സ് ആയിരുന്നു. ഒന്ന് ഉദയശങ്കർ വാട്ടർമാൻ എന്ന് പറയുന്ന ഉദയേട്ടൻ, ഒന്ന് മനോജ് വിനോദ് എന്ന് പറയുന്ന അവർ. പിന്നെ ഓർക്കുട്ടൊരു ഓർമ്മക്കൂട്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അവർ രണ്ടുപേരാണ് 2 ആൽബംസും ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ലോഹിതാസ് സാറിനെ കാണിച്ചു. അങ്ങനെ ഫസ്റ്റ് ചക്രമുത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു 2 ഷോട്ട് അത്രയേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്കൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പോയി. പിന്നെ കോളേജിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ ഫൈനൽ ഇയർ ഒക്കെ എത്തുമ്പോഴാണ് കപ്പൽ മുതലാളി എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. അപ്പം സിനിമയിലൊക്കെ എത്തുന്നത് അങ്ങനെയാണ്. കുറെ മൂവീസിൽ ലീഡ് റോള് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ ചെയ്തിട്ടുണ്ട്.